താരങ്ങളിൽ നിന്നൊരു മത്സരാർത്ഥി അഥവാ മത്സരവേദികളിൽ നിന്ന് താരമായ ഒരു അതിഥിയാണ് കലോത്സവ വേദിയിൽ. സ്നേഹവീട് എന്ന മലയാള സിനിമയിലൂടെ നമ്മൾക്ക് പ്രിയങ്കരിയായി മാറിയ അരുന്ധതി യുവജനോത്സവ വേദിയിലെ നിറഞ്ഞ സാന്നിധ്യമാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനിയായ അരുന്ധതി 6 ഇനങ്ങളിലായാണ് മത്സരിക്കുന്നത്. അഭിനയമോഹമില്ലാത്ത ഈ കലാകാരി യാദൃശ്ചികമായാണ് സിനിമാ ലോകത്തേക്ക് വന്നത്. ആ കടന്നുവരവ് തുടർന്നു പോകുന്നതിൽ താല്പര്യമില്ല എന്നും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് താല്പര്യമെന്നും അരുന്ധതി പറയുന്നു. തൻ്റെ കലാപ്രകടനത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് അരുന്ധതി കടന്നു വന്നത്. അരുന്ധതിയുടെ വാക്കുകളിലേക്ക്. സ്കൂൾ കലോത്സവം വളരെ നല്ല അനുഭവമാണ് സമ്മാനിച്ചത്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയും പങ്കെടുക്കാൻ സാധിച്ചു. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഇത് ആദ്യവട്ടമാണ്, മത്സരിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഥാപ്രസംഗം എനിക്ക് പാരമ്പര്യമായി കിട്ടിയത് തന്നെയാണ്. അപ്പൂപ്പൻ PR പുതുമന ഒരു കാഥികനായിരുന്നു, അധ്യാപകനായിരുന്നു. അമ്മയാണെങ്കിലും ഡോക്ടർ ഉഷ കെ പുതുമന ആകാശവാണിയിൽ കഥ പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ രാജേഷ് കെ പുതുമന 3 വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു, ഇപ്പോഴും കഥാപ്രസംഗം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് കഥാപ്രസംഗം എന്നുള്ളത്. പിന്നെ ആ കലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സംഗീതവും സാഹിത്യവും അഭിനയവും എല്ലാം കൂടി ചേരുന്നതാണ്. അപ്പോൾ ഒരുപാട് കഴിവുകൾ ഒരേ സമയത്ത് ഒരു കലയിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് കഥാപ്രസംഗത്തിൽ ഞാൻ കാണുന്ന സവിശേഷത. കലോത്സവത്തിന്റെ 7ാം വേദിയായ ഭാരതീയ മാതാ കോളേജിൽ നിന്നും ക്യാമറാമാൻ രതീഷിനൊപ്പം സബിത.